ഹലോ ഗൈസ്, എല്ലാവർക്കും ലൈഫ് ഡയറീസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടെ സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് എന്നത്തെയും മാതിരി ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ട് തന്നെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് നല്ല അടിപൊളി ഒരു ഉപ്പേരിയാണ്. നമ്മൾ കോവക്ക ഉപയോഗിച്ച് നമ്മുടെ ഭക്ഷണത്തിൻ്റെ കൂടെയൊക്കെ സൈഡ് ഡിഷായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന നല്ല അടിപൊളി ഒരു ഉപ്പേരിയാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ ഉപ്പേരി എങ്ങനെയാണ് ഉണ്ടാക്കുക എന്ന് വീഡിയോയിലൂടെ കാണാം. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ, ബാ. അപ്പോൾ ഗൈസ്, നമുക്ക് എങ്ങനെയാണ് കോവക്ക ഉപ്പേരി ഉണ്ടാക്കാമെന്ന് നോക്കിയാലോ. നമ്മളിവിടെ അതാ ചെറുതായിട്ട് കോവക്ക അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. 250 ഗ്രാം കോവക്കയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. പിന്നെ നമ്മളിവിടെ അതാ 2 പച്ചമുളക് വീട്ടിലുള്ളത് തന്നെയാണ്, അതുകൊണ്ടാണ് ഈ കളറിലുള്ളത്. 2 പച്ചമുളകും എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അരമുറി തേങ്ങ ചിരകി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മളിവിടെ കുറച്ച് കരിവേപ്പില എടുത്തിട്ടുണ്ട്, കുറച്ച് കടുക് എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി കുറച്ച് എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ കുറച്ച് ആവശ്യത്തിനുള്ള ഉപ്പ്, പിന്നെ വെളിച്ചെണ്ണ, നാടൻ വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത്, പിന്നെ കുറച്ച് വെള്ളം. ഈ കാണുന്ന സാധനങ്ങളാണ് നമുക്ക് നമ്മുടെ കോവക്കുപ്പേരി ഉണ്ടാക്കാൻ വേണ്ടത്. നമ്മൾ ആദ്യം തന്നെ നേരെ ചെയ്യുന്നത് നമ്മുടെ ഈ കാണുന്ന നമ്മുടെ തേങ്ങയും അതുപോലെ തന്നെ പച്ചമുളകും കൂടി നമ്മൾ മിക്സിയിലിട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കുകയാണ് നമുക്ക് ആദ്യം വേണ്ടത്. നമുക്ക് ആദ്യം അതൊന്ന് അടിച്ചെടുത്തിട്ട് വരാം, എന്നിട്ട് ബാക്കി നോക്കാം. ഗൈസ്, നമ്മൾ നമ്മുടെ നേരത്തെ പറഞ്ഞ മാതിരി തന്നെ 2 പച്ചമുളകും അതുപോലെ തന്നെ അരമുറി തേങ്ങയും കൂടി മിക്സിയിൽ അടിച്ചെടുത്തിട്ടുണ്ട്. അടിച്ചെടുത്തു എന്ന് പറഞ്ഞാൽ നിങ്ങൾ കണ്ടില്ലേ, ഈ ഒരു പാകത്തിൽ ഒന്ന് ചതഞ്ഞ് വന്നാൽ മതി. ഇത്ര മാത്രമാണ് നമുക്ക് ആവശ്യമുള്ളത്. അപ്പോൾ നമുക്ക് ഇനി നേരെ കുക്കിങ്ങിലേക്ക് പോകാം. ഗൈസ്, നമ്മൾ കുക്കിങ്ങിലേക്ക് പോവുകയാണ്. കുക്കിങ്ങിൽ നമ്മൾ നേരെ പാന് വെച്ച് അടുപ്പ് കത്തിച്ച് പാനൊന്ന് ചൂടായതിന് ശേഷം അതിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് ആദ്യം തന്നെ ചെയ്യുന്നത്. നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്നതിന് ശേഷം നമുക്കതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കണം. നമ്മളിതാ കടുക് അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഗൈസ്, നമ്മുടെ കടുക് അവിടെ പൊട്ടി വന്നിട്ടുണ്ട്. അതിനുശേഷം അതിലേക്ക് നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ നേരത്തെ അരിഞ്ഞ് റെഡിയാക്കിയിട്ട് വെച്ചിട്ടുള്ള നമ്മുടെ കോവക്ക അതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മൾ 250 ഗ്രാം കോവക്കയാണ് എടുത്തിട്ടുള്ളത്. അത് ചെറുതായിട്ട് അരിഞ്ഞ് റെഡിയാക്കി വെച്ചതാണ്. അത് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ അതിലേക്ക് കുറച്ച് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ല പോലെ ഒന്ന് ഇളക്കണം. അതിന് മുമ്പേ നമ്മൾ കുറച്ച് കരിവേപ്പിലയും കൂടി ചേർത്തിട്ടാണ് ഇളക്കുന്നത്. നമ്മൾ ആവശ്യത്തിനുള്ള കരിവേപ്പിലയും ചേർത്തിട്ടുണ്ട്. ഇനി അത് നല്ല പോലെ ഒന്ന് ഇളക്കി സെറ്റാക്കി കൊടുക്കുക. അതിലേക്ക് ഇനി നമ്മൾ കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒന്നുകൂടെ ഇളക്കി റെഡിയാക്കാം. നല്ല പോലെ ഉപ്പും മഞ്ഞൾപ്പൊടിയും ഒക്കെ നമ്മുടെ കോവക്കയുടെ എല്ലാ ഭാഗത്തും ആവുന്ന രീതിയിൽ നല്ല പോലെ ഒന്ന് ഇളക്കി സെറ്റാക്കി കൊടുക്കുക. അപ്പോൾ ഇനി നമ്മൾ ഇതൊന്ന് അടച്ച് വെക്കുകയാണ്. ഇതൊന്ന് വെന്ത് വരണം. അത് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മളെ ബാക്കി പണിയുള്ളത്. അപ്പോൾ നമ്മൾ ഇത് വേവുന്ന സമയത്ത് നിങ്ങളെല്ലാവരും നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ ഇനിയും മുന്നോട്ട് ചെയ്യുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും. അതുപോലെ തന്നെ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ രേഖപ്പെടുത്താനും എല്ലാവരും ശ്രമിക്കണേ. അപ്പോൾ ഗൈസ്, നമ്മുടെ കോവക്ക അടുപ്പത്ത് കിടന്ന് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കൂട്ടത്തിലൊരു കാര്യം പറയട്ടെ, നമ്മുടെ കോവക്ക ഉണ്ടായ കഥയെ പറ്റിയൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ. നമ്മുടെ നാരായണത്ത് ഭ്രാന്തനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു കഥ നിലനിൽക്കുന്നുണ്ട്. ഐതിഹ്യമെന്നോ കഥയെന്നോ എന്ത് വേണമെങ്കിലും പറയാം. ഇതിനെപ്പറ്റി അറിയുന്ന ആളുകളുണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റിൽ രേഖപ്പെടുത്തിക്കാണേ. പിന്നെ നമ്മുടെ ഈ കോവക്ക എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിന് വളരെ നല്ല സാധനമാണ്. വിറ്റാമിൻ സിയും അതുപോലെ തന്നെ വിറ്റാമിൻ എയും അടങ്ങിയിട്ടുള്ള സാധനമാണ് കോവക്ക. ഈ വിറ്റാമിൻ എ അടങ്ങിയത് കൊണ്ട് തന്നെ നമ്മുടെ കാഴ്ചശക്തിക്ക് ഒരുപാട് ഫലപ്രദമായിട്ടുള്ള ഒരു സാധനമാണ് കോവയ്ക്ക. അതുപോലെ തന്നെ നമ്മുടെ ഷുഗർ നിയന്ത്രിക്കാനും അതുപോലെ തന്നെ നമ്മുടെ BP ഇതൊക്കെയുള്ള ആളുകൾക്കും കോവയ്ക്ക കഴിക്കുന്നത് വളരെ നല്ലതാണ്. ഇതിൽ വൈറ്റമിൻ സി അടങ്ങിയത് കൊണ്ട് തന്നെ മഗ്നീഷ്യത്തിൻ്റെയും കാൽസ്യത്തിൻ്റെയും അളവ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ എല്ലിൻ്റെ വളർച്ചയ്ക്കൊക്കെ നല്ലൊരു സാധനമാണ് കോവയ്ക്ക. അതുപോലെ നമ്മുടെ ദഹനം, അങ്ങനെയുള്ള ഒരുപാട് കാര്യത്തിന് കോവയ്ക്ക വളരെ നല്ലൊരു സാധനമാണ്, നല്ലൊരു ഫുഡാണ്. അതുപോലെ തന്നെ കോവയ്ക്കയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ കോവയ്ക്ക ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മുടെ വള്ളീൻ്റെ മുകളിൽ ഉണ്ടായിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഒരുപാട് ഉണ്ടാകും. അതുപോലെ തന്നെ പെട്ടെന്ന് കേടുവരുന്നൊരു സാധനമല്ല നമ്മുടെ കോവയ്ക്ക.
നമ്മുടെ ഇപ്പോൾ ഇന്നത്തെ കാലത്തൊക്കെ നിങ്ങൾക്കറിയാം, നമ്മൾ മാർക്കറ്റിൽ നിന്ന് എന്ത് വാങ്ങിച്ചാലും അതിൽ രാസപദാർത്ഥങ്ങളൊക്കെ കേടാവാതെ ഇരിക്കാൻ വേണ്ടിയിട്ട് അടിച്ചിട്ടാണ് വരുന്നത്. ഈ കോവക്ക ഒരുപാട് കാലം നിലനിൽക്കുന്നതിനുകൊണ്ട് തന്നെ ഇതിൽ അധികം രാസപദാർത്ഥങ്ങളൊന്നും ചേർക്കുന്നില്ല എന്ന് നമുക്ക് കരുതാം. പിന്നെ ഇന്നത്തെ കാലഘട്ടത്തിൽ അങ്ങനെ ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. കാരണം എന്ത് കിട്ടിയാലും വെറുതെയെങ്കിലും എന്തെങ്കിലും കെമിക്കൽ അടിച്ചാലേ ആളുകൾക്ക് സമാധാനം ഉണ്ടാവുള്ളൂ. അപ്പോൾ ഗൈസ്, നമ്മുടെ കോവക്കഥ അടുപ്പത്ത് കിടന്ന് നല്ല അടിപൊളിയായിട്ട് വെന്തുകൊണ്ടിരിക്കുന്നുണ്ട്. ആയിട്ടില്ല, ഇനിയും കുറച്ച് സമയം കൂടി എടുക്കും. നേരത്തെ ഞാൻ കോവക്കയുടെ കുറേ നല്ല ഗുണങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ കൂടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മുടെ ഡയബറ്റീസ് ഉള്ള പേഷ്യൻസ് അതിനുവേണ്ടി മരുന്ന് ആണെങ്കിൽ ഇതിൽ ഷുഗറിൻ്റെ കണ്ടൻറ്റ് ഇത് കുറയ്ക്കുന്നുള്ളത് കൊണ്ട് തന്നെ അമിതമായി ഇങ്ങനെ മരുന്ന് കഴിക്കുന്ന ആളുകൾ ഈ കോവക്ക കഴിക്കുകയാണെങ്കിൽ ശരീരത്തിലെ പഞ്ചസാര നല്ലപോലെ കുറയാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതും കൂടെ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം. കൂടാതെ നമ്മുടെ കോവയ്ക്കുള്ള മറ്റ് ഗുണങ്ങളെ പറ്റിയൊക്കെ നിങ്ങൾക്ക് അറിയെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്യണം. അതുപോലെ തന്നെ ഏതൊരു സാധനമാണെങ്കിലും ഈ അധികമായാൽ അമൃതും വിഷം എന്ന് പറയുന്ന മാതിരി എല്ലാത്തിനും ഗുണങ്ങളും അതുപോലെ തന്നെ നെഗറ്റീവുകളും ഉണ്ടാവും. അതുപോലെ കോവയ്ക്കൊക്കെ ഇതുമാതിരി വല്ല നെഗറ്റീവ്സ് വല്ലതും ഉണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് കമൻറ്റിൽ രേഖപ്പെടുത്തിയേക്കണേ. അപ്പോൾ കോവയ്ക്ക വെന്ത് വരുന്നേ ഉള്ളൂ. നമ്മൾ ഇടയ്ക്കൊന്ന് തുറന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്, അടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് നമുക്ക് വീണ്ടും ഒന്നുകൂടെ മൂടി വെച്ചിട്ട് നല്ല പോലെ വേവുന്നവരെ വെയിറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഗൈസ്, ഇതാ നമ്മുടെ കോവയ്ക്ക അടുപ്പത്ത് കിടന്ന് നല്ല അടിപൊളിയായിട്ട് വെന്ത് സെറ്റായിട്ടുണ്ട്. അത് നമ്മൾ നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് അതിലേക്ക് നമ്മൾ നേരത്തെ ഒരു മുറി തേങ്ങയും അതുപോലെ തന്നെ 2 പച്ചമുളകും കൂടി മിക്സിയിൽ അടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അതായത് ജസ്റ്റ് ചതച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ അതിലേക്ക് ചേർത്ത് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. നല്ല പോലെ തേങ്ങ എല്ലാ ഭാഗത്തും എത്തണം. പിന്നെ നമ്മൾ അടിച്ചതിൽ ചെറിയൊരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്. നമ്മളിട്ടതിൽ ഒരു മുളക് പൂർണ്ണമായിട്ട് നിങ്ങൾ കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു, ചതഞ്ഞ് വന്നിട്ടില്ല. നിങ്ങൾ ചെയ്യുന്ന നേരം നല്ലപോലെ ഒന്നുകൂടെ മുളകും കൂടി ഒന്ന് ചതച്ച് എടുത്താൽ നന്നാവും. എന്നാൽ ആ ടേസ്റ്റ് നല്ല പോലെ കിട്ടുള്ളൂ. നമുക്കിനി എന്തായാലും ഒരു മുളക് കൂടി വേറെ സെപ്പറേറ്റ് കുറച്ച് തേങ്ങ കൂടി ചതച്ച് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. അല്ലെങ്കിൽ പൊന്നുകൂടെ അത് ഉടച്ച് മിക്സ് ആക്കുന്നുണ്ട്. അപ്പോൾ ഗൈസ്, തേങ്ങ ചേർത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി സെറ്റാക്കിയതിന് ശേഷം നമ്മൾ ഒന്നുകൂടെ മൂടി വയ്ക്കുക. ഒന്നുകൂടി ഒന്ന് അടുപ്പത്ത് കിടന്ന് സെറ്റാകാൻ വേണ്ടിയിട്ട് ഒന്നുകൂടി അടച്ച് വെക്കുന്നുണ്ട്. ഇതൊന്ന് വെന്ത് കഴിഞ്ഞാൽ ഏകദേശം നമ്മുടെ കോവയ്ക്ക ഉപ്പേരി റെഡി ആയിട്ടുണ്ട്. ഗൈസ്, അപ്പോൾ നമ്മുടെ കോവക്ക ഉപ്പേരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റിൽ അറിയിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുകയാണേ. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാവേ.